പ്രാവ് ഇവിടെയുള്ള പ്രാവാണ് പറപ്പിച്ചിട്ട് നമ്മളെ പ്രാവല്ല ഒരാളോട് വാങ്ങിയ പ്രാക്കളാണ്. ഇത് വില കൊടുത്ത് വാങ്ങിയതാണോ അല്ലെങ്കിൽ? അല്ല, ഇത് വില കൊടുത്ത് വാങ്ങിയത്. ഇത് ഒരാളും ഇത് ഏറ്റവാലം പ്രാവാണ്. ഏറ്റവാലം ഉദ്ദേശിച്ചത് ഡബിൾ വാല് കയറിയല്ലേ? കയറി അങ്ങനെ കയറി. പിന്നെ അതില് ഇതിലിപ്പോ നമ്മള് കുഞ്ഞന്മാരെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അല്ലമീൻ ചാമുണ്ടി വളപ്പ് ലോഫ്റ്റിന്റെ ലൊക്കേഷൻ വരുന്ന എവിടെയാണ് കേട്ടോ, പറത്തുന്ന ലൊക്കേഷൻ ആയിട്ടത്. ഇത് നേരെ ഇവിടെ ഒരു ബീച്ച് സൈഡാണ്. എൻ്റെ പേര് സാബു, ഇത് അപ്പൂസ് എൻ്റെ പാർട്ണറാണ്. ഇത് സുഹൈൽ മോനിട്ടൻ എൻ്റെ പാർട്ണറാണ്. നമ്മളെ പേര് അല്ലമീൻ ചാമുണ്ടി വളപ്പ്. ലോഫ്റ്റിന്റെ പേരല്ലേ? ഓക്കെ. എത്ര വർഷമായിട്ട് നിങ്ങൾ ഈ ഒരു പറവ ഫീൽഡിൽ വന്നിട്ടുണ്ട്? ഒരു 10 വർഷം പോലായി. ട്രോഫി അത്യാവശ്യം നല്ല നിലക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ വർഷം ഇപ്പൊ എത്ര ടീമിൽ വിട്ട്? 9 പ്രൈസോളം ഉണ്ട്. ഒരു 3-13 ഉണ്ട്. പിന്നെ കുറച്ച് 10 മണി 12 മണിയുള്ള പ്രൈസാണ്. അത് 9, 27, 28, 26 ടൈമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓവർ 13 ഓവർ. എത്ര വരെ പറഞ്ഞിട്ടുണ്ട് ടൈം? കളിക്കലെങ്കിലും 13-20 വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞ കൊല്ലം 13-27 ഉണ്ട്, 26 ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് നമ്മളെ മെയിൻ ബ്രീഡിംഗ് ലോഫ്റ്റ് ഇല്ല എവിടെ വരുന്നത്? അതെ, ഇവിടെയാണ്. ഓക്കെ. ഇതില് നമുക്ക് മെയിൻ ബ്രീഡിംഗ് പെയറിനൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുത്താൽ ആദ്യം. അപ്പൊ മെയിൻ ആയിട്ട് വരുന്നതേ ഏത് വർഗത്തിലാണ് നിങ്ങൾ പ്രാവിനെ? നമ്മളെ അധികം വെള്ളവർഗ്ഗമുള്ള ഇവിടെ. വെള്ളവർഗത്തിൽ തന്നെ പല പ്രാവുണ്ട്. വാൽക്കരുണ്ട്, മൈനുണ്ട്, ഒക്കെ വെള്ളയിലുള്ളതാണ്. ഓക്കെ. പറത്തുന്നത് ഇവിടെ അല്ല, കടപ്പുറമാണ്. കടപ്പുറം ബീച്ചിന്റെ അടുത്ത്. ബീച്ചിന്റെ അടുത്ത്. ഓക്കെ. നമുക്ക് അവിടേക്ക് ഇതിന്റെ എവിടുത്തെ പ്രാവിനെ പരിചയപ്പെടുത്തി എടുത്തിട്ട് അവിടുത്തെ പ്രാവിനെ കാണിച്ചു. ഓക്കെ. ലോഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന്. ഈ പ്രാവാണ് നമ്മളതിൽ 13, 27, 26 പറഞ്ഞ പ്രാവ്. വെള്ളവകുപ്പില്. ഇതിന്റെ അച്ഛൻ പ്രാവൊക്കെ കളവ് പോയി. ഇതാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള പ്രാവ്. കോഴിക്കോട് ഏരിയ മെയിൻ ആയിട്ട് കളവ്. ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം കളവാണ്. ഈ സീസണിൽ 2 പ്രാവശ്യം പോയി. ഇവിടെ വെച്ചിട്ട് ഈ വീട്ടില് ഇവിടെ അല്ല, ഇവിടെ ഇപ്പൊ കൊണ്ടുവന്ന പ്രാവിന് അവിടെയാണ്. ഇവിടെ വീടായോണ്ടാണ് പ്രശ്നമില്ല. ഈ പ്രാവിന്റെ ഒന്ന് കണ്ണൊന്ന് ജസ്റ്റ് നമുക്ക് കാണിച്ചു. ഈ പ്രാവ് എത്ര വയസ്സിന്റെ തന്നെ? നമുക്ക് 3 വയസ്സുണ്ട് പ്രാവ്. ഇതിവിടെ എത്ര ഓടിച്ച് വെട്ടിവെച്ച പ്രാവാണ് നിങ്ങള്? ഇത് 3 കൊല്ലം പോലായി പറക്കണ ഈ പ്രാവ്. ഇവിടെ കഴിഞ്ഞ സീസണിൽ വിട്ടിട്ടുണ്ടോ? കഴിഞ്ഞ സീസണിൽ തീർച്ചയായിട്ടും 3 സീസണിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലെ പറക്കാത്തത് അതിന് വിട്ടിട്ടില്ല. ഇപ്പൊ അതിനെ കുഞ്ഞന്മാരെടുക്കാണ്. ഇത് ഈ പ്രാവന്നെ ഓള് ഇതില്. ബാക്കി ഇതിന്റെ കുഞ്ഞന്മാരും ഇതൊക്കെ ആയിട്ടാണ് ഉള്ളത്. ഓക്കെ. വെള്ളവകുപ്പിൽ തന്നെയാണല്ലേ ഇത് മെയില് വരുന്നേ? ഇത് മെയില്. ഇതിനെ ഫീമെയിലിനൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. ഇതിപ്പോ നമ്മള് കണ്ട മെയിലിന്റെ ഫീമെയിലാണ്. ഇത് നമ്മളെ പ്രാവല്ല, ഇത് പന്തൽ ബ്രദേഴ്സ് കുണ്ടങ്ങലിന്റെ പ്രാവാണ്. ഇത് നിങ്ങള് അവിടുന്ന് എടുത്തതാണോ അല്ലെങ്കിൽ നമ്മളൊരു സുഹൃത്താണ് തന്നാണ് പ്രാവിന്. അപ്പൊ ഇതില് കുഞ്ഞന്മാരെടുത്തപ്പോ ഇതില് കുഞ്ഞന്മാരെടുത്തിട്ട് അതിനെ പോട്ടിട്ടും കൊണ്ട് വരാണ്. ഇപ്പൊ അവിടുത്തെ പറത്തി ഇറക്കി വരാണ്. അപ്പൊ ഞാൻ വിളിക്കുമ്പോൾ ഇവിടെ സ്ഥലത്തില്ല കേട്ടോ. അപ്പൊ അവിടുന്ന് വരാണ്. അപ്പൊ എന്താ അവസ്ഥ പറവൊക്കെ? ഇന്നലെ വിട്ടാണ് ഇന്നാ കൈമ കിട്ടിയത്. ഓക്കെ. ഇറക്കും കാര്യങ്ങളൊക്കെ എന്താണ്? നല്ല ബുദ്ധിയാണ്, നല്ല പറക്കലും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് കേട്ടോ പ്രാവ്. ഞാൻ ആ ജോഡിനെ എന്ത് ചെയ്യാ കൂട്ടിലിട്ട് കാണിച്ചുതരാം. ഇതാണ് ആ ജോഡി. 13, 27, 26 പറഞ്ഞ ആ ഒരു പ്രാവും അതിന്റെ ജോഡിയാണ്. ഓക്കെ. നമുക്ക് അടുത്ത പ്രാവിനെ പരിചയപ്പെടുത്തി കൊടുത്താലോ? ഓക്കെ. ഇതിപ്പോ കാട്ടിത്തന്ന മെയിലിന്റെ അനിയൻ പ്രാവാണിത്. ഇത് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല, ഇത് അച്ചൽക്ക് വെട്ടിയിട്ട പ്രാവാണ്. ഇത് ആ ഒരു മെയിൽക്ക് വന്നപ്പോ അതിന്റെ എല്ലാ പ്രാവ് ഇല്ലാത്തോണ്ട് നിലനിർത്താൻ വേണ്ടി വെട്ടിയിട്ട. ഇത് വന്നിട്ട് പിന്നെ ഇതിലിപ്പോ കുഞ്ഞാൻ എടുത്തിട്ടുണ്ടോ? അതിന് കുഞ്ഞ എടുത്തിട്ടുണ്ട്. കുഞ്ഞന്മാരെ പറത്തിട്ട് എന്താ സ്ഥിതി? ഇല്ല, പറത്തിട്ടില്ല, അവിടെ കൊണ്ടുപോയിട്ടിരിക്കണം. പുതിയ പുതിയ ഈ സീസൺ ഇത് വല്ല വയസ്സുണ്ടാവില്ലല്ലേ ഈ പ്രാവിന്? ഇതിപ്പോ 2 വയസ്സുണ്ട്. 2 വയസ്സിലാണ് ഏകദേശം കുഞ്ഞെടുക്കൽ. മറ്റേ ചെറിയ പ്രാവളെ കുഞ്ഞിനെടുക്കും? ഇല്ല, അങ്ങനെ എടുക്കലില്ല. ഫീമെയിലോ? ഫീമെയിൽ ഉണ്ട് അവിടെ. അല്ല, ഇതില് ഈ 2 വയസ്സ് തന്നെ ആയതാണോ അല്ലെങ്കിൽ? അല്ല, ഒരു 2 വയസ്സുണ്ടാവും ഏകദേശം അല്ലേ? 2 വയസ്സുണ്ട്.
ഓക്കെ, നമുക്ക് ആ ഫീമെയിലിനെ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. ഈ ഫീമെയിൽ ഇവിടെ പറഞ്ഞ പ്രാവാണ്. ഈ വെള്ളയിലുള്ള പ്രാവനാണ്. എത്ര മണിക്കൂർ? 13-19 പറഞ്ഞ പ്രാവാണ്. ടൂർണമെന്റ് പറഞ്ഞ പ്രാവാണ് ഈ പ്രാവ്. ഇത് 13-19 മാത്രമല്ല, ഒരു 12 മണി 10 മണിയൊക്കെ പറഞ്ഞ പ്രാവാണ്. നമുക്ക് പ്രൈസ് കഴിഞ്ഞ കൊല്ലം ഫുള്ളായിട്ട് പ്രൈസ് ചെയ്തിരുന്ന പ്രാവ് ഈ പ്രാവ്. ഈ കരിങ്കണ്ണിലാണ് പ്രാവ്. ഇത് കരിങ്കണ്ണില. ഇത് ഇവിടെ ഇറങ്ങിയ കുട്ടിയാണ്. ഇത് ഇറങ്ങിയ കുട്ടി. ഇതിന്റെ തള്ള ഇതിന്റെ അച്ഛന് കളവുപോയി. ഇത് മറ്റേ ആ നേരത്തെ കണ്ടില്ല മെയില്, അതിന്റെ അച്ഛന്റെ കുട്ടിന്റെ കുട്ടിയാണ്. ഒരേ ഫീമെയിൽ, ഒരേ വർഗം പ്രാവാണ്, പക്ഷെ ഫീമെയില് വ്യത്യാസമുണ്ട്. ഓക്കെ ഓക്കെ. ഇതിലിപ്പോ നമ്മള് പിന്നെ കഴിഞ്ഞ സീസണിലാണ് കൂടുതൽ ട്രോഫിയും കാര്യങ്ങളൊക്കെ വന്നതല്ലേ? കഴിഞ്ഞ സീസണിലെ കൂടുതൽ ട്രോഫി ഉള്ളത്. KPF-ന്റെ വീഡിയോ എടുത്ത സമയത്തൊക്കെ കണ്ടിരുന്നു നിങ്ങളെ ട്രോഫി വാങ്ങുന്നൊക്കെ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അടുത്ത പ്രാവിനെ കാണിച്ചു കൊടുത്താലോ? ഇവിടെ കമ്പിക്കൂടിന്റെ ചെറിയൊരു പരിമിതി ഉണ്ട്, കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആയിട്ട് വരുന്നോ. ഇതിപ്പോ കൂട് പുതിയ സെറ്റ് ചെയ്തേക്കില്ല അവിടെ? ഓക്കെ, മറ്റേ സാധാ മരത്തിന്റെ കൂടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടോ. ഇത് ഇവിടെ വെച്ച് അടിച്ചതിനാണ് ഈ കൂട്? അല്ല, ഇത് അവിടെ അടിച്ചിട്ട് കൊണ്ട് കൊണ്ടുവന്നാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കൂടാണ് കേട്ടോ അത്. ഈ പ്രാവ് നമ്മളെ തുടർച്ചയായിട്ട് 3 കൊല്ലം 13 നടന്ന പ്രാവാണ്. ഈ പ്രാവ് 3 കൊല്ലം തുടർച്ചയായിട്ട് 13 നടന്ന പ്രാവാണ്. 27 ടൈം കുറിച്ചത് ഈ പ്രാവ്? 27 13 13 13 നടന്നു. ഇതൊക്കെ ടൂർണമെന്റിലാണ് പറഞ്ഞത് കേട്ടോ, അല്ല വെറുതെ പറയല്ല. റിസൾട്ട് സർട്ടിഫിക്കറ്റ് ഉള്ള പ്രാവുകളാണല്ലേ ഈ പ്രാവ്. ആ വെള്ളന്റെ ഫീമെയിലിന്റെ അമ്മന്റെ വർഗം പ്രാവാണിത് ഈ പ്രാവ്. പിന്നെ ഈ പ്രാവിന് നിങ്ങള് ഫുഡും കാര്യങ്ങളൊക്കെ എന്താണ് ഈ ബ്രീഡിംഗ് സെറ്റിന് കൊടുക്കുന്നത്? നമ്മള് ഫിനിഷർ, ഈ കടല അതാ കൊടുക്കല്. ഈ ഫിനിഷർ കൊടുത്തിരാച്ചിട്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? കുറെ ആൾക്കാരെ ആരോഗ്യ പ്രശ്നങ്ങള് ഇല്ല. ഇത് മറ്റേ നമ്മളെ ഗോൾഡ് ഫിനിഷർ ആണ് ഗോൾഡ് മോറിന്റെ അതാ കൊടുക്കല്. സാധാ നമ്മള് കോഴിക്ക് കൊടുക്കുന്ന ഫിനിഷർ കൊടുക്കില്ല. അതിലാണ് പിന്നെയും പ്രശ്നം ഉണ്ടാവുക. അതിലാണ് പ്രശ്നം. അതില് ദാനോ പ്രയാസമാണ്. മണ്ണ് മോഡല്. ഓക്കെ, അപ്പൊ അതില് പറവയിലും ഇതിലൊന്നും പ്രശ്നവും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഒരു 3-4 കൊല്ലായി തീർച്ചയായിട്ടും അതില് വിഷയങ്ങളൊന്നും ഒന്നുമില്ല. പ്രതിരോധശേഷി കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിട്ടില്ല. നമുക്കിപ്പോ ഈ പ്രാവശ്യം ജാസ്തി മീൻ കിട്ടിക്കുന്നു. ആ സാധനം മാത്രമേ കൊടുക്കില്ല, വേറെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ജസ്റ്റ് അതിന്റെ കപ്പ് തുറന്നു നോക്കിയപ്പോ ഫുള്ള് ഫിനിഷറാണ്, വേറെ ഒന്നും കൊടുക്കില്ല. ഇല്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ തുണപ്രാവിനെ ഒന്ന് കാണിച്ചു. ഈ പ്രാവ് നമ്മള് ഒരാടത്ത് വേങ്ങിയ പ്രാവാണ്. റിസൾട്ട് ഒന്നും നോക്കിയിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ട് വേങ്ങിയൊരു പ്രാവാണ്. അതിലങ്ങനെ തന്നെ കുഞ്ഞിനെടുത്തതാണ്. ഇപ്പൊ കുഞ്ഞെടുത്തിട്ട് കൊണ്ടുപോയിട്ടില്ല, കുഞ്ഞുമാരോടെ ഉണ്ട്. സെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യണേ? നമ്മൾ തന്നെ ഇട്ടില്ല, വേറെ ആരോട് നമ്മള് എന്താക്കലില്ല, അഭിപ്രായം ചോദിക്കില്ല. ഇപ്പൊ നിങ്ങൾ കളവ് വരുന്ന പഴയ ലൈനേജ് പ്രാവല്ലേ? നമ്മളത് ഒരു 8 കൊല്ലായിട്ടുള്ള ഒരു ആണാണ്. ഒരു ആണിലാണ് നമ്മളെ കാര്യമായിട്ട് പ്രാവ് ഉണ്ടാക്കിയത്. ആണിനെ കൊണ്ടുപോയി അതിന്റെ പാരമ്പര്യത്തിൽ പ്രാവുണ്ടോ? അതിലുള്ള പ്രാവാണ് ഉള്ളത്. 5-6 പ്രാവ് അതിലുള്ള പ്രാവ് തന്നെ ഉണ്ട്. അതൊക്കെ അതിലുള്ളതാണ്. ഫസ്റ്റ് നമ്മള് കാണിച്ചു. ഇപ്പൊ ഒരു ഇതില് നിങ്ങള് കുഞ്ഞിനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സീസണില് ഒന്ന് പറത്തി നോക്കിയാലേ റിസൾട്ട് അറിയാവുള്ളൂ അല്ലേ? ഓക്കെ, പിന്നെ നമ്മള് ട്രെയിനിങ്ങിൽ പറഞ്ഞിട്ടും കാര്യമില്ല, കടകളായിട്ട് പറഞ്ഞാല് ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റുമോ നമ്മള് ടീമിക്ക് പറഞ്ഞെങ്കിൽ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ജോഡിനെ കാണിച്ചു കൊടുക്കാം. നിങ്ങൾ ഫസ്റ്റ് കട്ടി തന്ന മെയിലിന്റെ കുട്ടിയാണിത് ഈ പ്രാവ്. ഇവിടെ ഇറങ്ങിയ കുട്ടിയാണല്ലേ? ഇവിടെ ഇറങ്ങിയല്ല, എന്റെ സ്നേഹിതന്റെ അടുത്ത് ഇറങ്ങിയ ഈ പ്രാവ്. ഒരു 13 ഓവർ പറഞ്ഞ പ്രാവാ ഈ പ്രാവ്. ടൂർണമെന്റ്. പിന്നെ ഇതിലേക്ക് ജോഡി ചേർത്തത് ഇതാണ്. ഇത് ആ മെയിലിന്റെ തുണപ്രാവാണിത്. ഇതില് ഏതെങ്കിലും ഒരു കൊല്ലോ ഈ കളറിൽ പ്രാവ് വരും. ഇതൊരു മേടപ്പുള്ളി ടച്ച് വരുന്നത്. ഏതെങ്കിലും ഒരു കൊല്ലോ ഈ കളറിൽ പ്രാവ്. അവിടെ ഇപ്പൊ ഒരു പ്രാവ് ഉണ്ട്, ഇതേ സെയിം പ്രാവ്. കഴിഞ്ഞ എത്ര കൊല്ലം മുമ്പുള്ള ഇത്? അത് കഴിഞ്ഞ കൊല്ലം അവിടെ പറഞ്ഞ പ്രാവ്, അവിടുത്തെ ഷെഡില്ല. ഇതിപ്പോ അതിന് മുമ്പ് ഇറങ്ങിയതാ? ഇതിപ്പോ ആ മെയിലിന്റെ ശേഷം ഇറങ്ങിയ കുഞ്ഞനാണ്. ഇതിനെ പറപ്പിച്ചിട്ടില്ല. ഈ കളർ വന്നപ്പോ ഒരു നല്ല ക്വാളിറ്റി ഉള്ള, ഇത് കുറച്ച് പറക്കൽ ജാസ്തി പ്രാവാ ഈ കളറിൽ വരും പ്രാവ്. അത് എപ്പോഴും വരില്ല, ഏതെങ്കിലും ഒരു കൊല്ലം വരുള്ളൂ കിട്ടുള്ളൂ. ഈ നഖം കണ്ടാലറിയാ ഇത് വെള്ളയുള്ള പ്രാവനാണ്. നഖം ഫുള്ള് വെള്ളമാണ് വരുന്നില്ല. സംശയം ചില ആൾക്കാർ പറയും അത് വെള്ളയുള്ള. അപ്പൊ അതിന്റെ കണ്ണ് വരുന്നത് ജസ്റ്റ് ഒന്ന് തിരിച്ച് മഞ്ഞക്കണ്ണിലല്ലേ? ഇവർ ആ കണ്ണ് തന്നെ വരുന്നത് ഫസ്റ്റ് കാണിച്ച മെയിലിന്റെ അതേ കണ്ണ് തന്നെയാണ്. ഏതെങ്കിലും ഒരു പെമ്പ്രാവിന് മാത്രമേ ഉണ്ടാവുള്ളൂ കരിങ്കണ്ണ് വരാൻ, കരിങ്കണ്ണ് ഒന്നിന്.
ആൺകുഞ്ഞന്മാര് മൊത്തം ഈ കണ്ണിലാ വരുന്നത്? ആണ് ഫുള്ള് ഈ കണ്ണിലാ വരാം. ഓക്കെ, അടുത്ത് കാണിക്കാം. സ്റ്റാർട്ട് ചെയ്യും. ഈ പ്രാവ് ഒരു തുടർച്ചയായിട്ട് 3 കൊല്ലമായി നമ്മളതിൽ. 3 കൊല്ലം ഓവർ പറഞ്ഞിരിക്കണ ഈ പ്രാവ് സബ് ജയിലല്ലേ? കഴിഞ്ഞെല്ലാം മാത്രമേ മത്സരം ടൈം കിട്ടി. എല്ലാത്തൊക്കെ ഓവർ, ബാക്കിയൊക്കെ ഓവറാണ് 13.5. ഇതില് തുണപ്രാവ് സെറ്റ് പിടിച്ച് തന്നെയാണ് പറക്കുന്നത് അല്ലെങ്കിൽ ഇത് സെറ്റ്? ഇത് ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടാവും. ഈ പ്രാവ് മിസ്സാവില്ല. രാത്രിക്ക് പുറത്ത് പോയി ഇരിക്കുന്നില്ല, ഷെഡിൽ തന്നെ വന്നിരിക്കും. പക്ഷെ ഓരോ ടൈം കഴിഞ്ഞാൽ മാത്രമേ ഇരിക്കുള്ളൂ. അങ്ങനത്തെ പ്രാവാണിത്. ഏകദേശം മാക്സിമം പറന്നിട്ട് ഇറങ്ങുള്ളൂ. നിങ്ങൾ സിഗ്നൽ കൊടുത്താൽ എന്താ അവസ്ഥ? സിഗ്നൽ എടുത്തപ്പോ ഇറങ്ങും. സിഗ്നൽ കണ്ടാ പിന്നെ നമ്മളെ ഷെഡിനോട് കണ്ടാ പിന്നെ ആളിറങ്ങും. വൈകുന്നേരം ആയി കഴിഞ്ഞാല് രാത്രി 7:30 കഴിയണം. കഴിഞ്ഞല്ലാണ് ഒരു ടൈം കിട്ടി 13:20. പിന്നെ ഇതിന്റെ ജോഡി വരുന്നത്? ഇതിന്റെ ജോഡി വരുന്നത് ഇത് അതേമാതിരി ഏരക്കുട്ടൻ തോപ്പയിൽ നമ്മളെ പ്രാവാണ്. നമ്മളെ ഏരക്കുട്ടൻ തോപ്പയിലിന്റെ അവിടെ കൊടുത്ത പ്രാവാണ് ഓൾക്ക് പറപ്പിക്കാൻ. ഏരക്കുട്ടൻ തോപ്പ. ഏരക്കുട്ടൻ നിങ്ങൾ കൊടുത്തതാണ് അവൾക്ക്. പക്ഷെ അവിടെ 13-ൽ 3-4 ഓവർ പറഞ്ഞിരിക്കണേ. ഇതൊരു വെള്ളക്കണ്ണാണ് വരുന്നത്, സബ്ജാണ്. എന്നിട്ട് ഈ ജോഡി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എന്താണ് അവസ്ഥ? പറഞ്ഞ സെറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടിട്ടിക്കണ പ്രാവിനെ. ഓട്ടിയിട്ടില്ല? ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രാവൊക്കെ പോയിട്ട് ഇപ്പഴാണ് സെറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നത്. രണ്ടാമത് റീസെറ്റ് ചെയ്യാണ് മൊത്തത്തില്. പറക്കുന്ന കുറച്ചൊരു പ്രതീക്ഷ ഉണ്ട്. രണ്ടും ഓഫറുള്ള പ്രാവാണ്. ഈ പ്രാവ് മസ്കി എന്ന് പറയുമ്പോ എത്ര പറഞ്ഞു കഴിഞ്ഞാലും പൂതിരാത്ത അതിന്റെ ആ പറവി കാണിച്ചു തരുന്ന പ്രാവാണ് ഇതിലെ. കാരണം വിട്ട അധികം മത്സരം പ്രാവ് ഓവറാ. ഇതില് തുണപ്രാവ് ഇല്ലെങ്കിലും പ്രാവ് നിന്ന് കൊടുക്കും. തുണപ്രാവ് ഇല്ലെങ്കിൽ അതിന്റെ ആ പറവി ഏത് മയത്തും ആ രീതിയിൽ പറക്കും. സൂക്കട് ഇല്ലെങ്കിൽ ആ പ്രാവ് പറക്കും. കേടുകളൊന്നും ഇല്ലെങ്കിൽ ആ പ്രാവ് മടിച്ചിരിക്കുക അങ്ങനത്തെ ഒറ്റക്കാ പറവി ഫുള്ളാക്കി തരും. അപ്പൊ നമ്മള് കൺഫേം വിശ്വസിച്ച് വിടാൻ പറ്റുന്ന സബ്ജകള് പൊതുവേ നമ്മളെ പറവയില് എപ്പോഴും രാശിയുള്ള പ്രാക്കളാണ്. നമ്മള് വിട്ട് കഴിഞ്ഞാല് ചിലപ്പോ നമുക്ക് രാജ്യം ഈ പ്രാവ് അവിടെ പോയിരിക്കും ഇവിടെ പോയിരിക്കും. അതൊന്നുമില്ല. നമുക്ക് ഏറ്റവും കൂളായിട്ട് നമ്മൾ ഇത് നമുക്ക് രാത്രി 7:00 മുന്നേ ഇരിക്കുമോ എന്നുള്ള ഏരക്ക് ഇരിക്കണേത്. ആ 13 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാല് ആ സമയത്ത് ഇരിക്കണം എന്നുള്ള ആ ഒരു തോന്നുന്നു. ഇതാ മസ്കിയുള്ള 2 പ്രാവാണിത്. ഇത് രണ്ടും ഇത് പറഞ്ഞിട്ടില്ല. ഇത് ഈ കണ്ണ് ഇതിന്റെ വേറെ തന്നെ ഒരു കണ്ണായപ്പോ മുറിച്ചിട്ടാണ്. ഒരു പച്ചക്കണ്ണ് മോഡലായപ്പോ മുറിച്ചിട്ടാണ്. ഈ പ്രാവ് കഴിഞ്ഞ 13-27 പറഞ്ഞ പ്രാവാണ്. 23 പറഞ്ഞ പ്രാവാണ്. ഇപ്പൊ ഇത് ഏത് ടീമിക്കാരും നമ്മൾ വിട്ടിരുന്നത്? എത്ര ടീമിക്ക് നമ്മൾ വിടുന്നുണ്ട് പ്രാവിനെ? നമ്മൾ KPFA-ല് പറവ ട്രെയിനേഴ്സ്, പിന്നെ ലവ്ലി ബീച്ചിയം കാലിക്കറ്റ്, പിന്നെ റൈഡേഴ്സ് നല്ലോണം, ഇതിലൊക്കെ നമ്മൾ വിടുന്നുണ്ട്. എല്ലാ ഇതിനും പ്രൈസ് മേടിച്ചിട്ടുണ്ട്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം എല്ലാത്തിനും പ്രൈസ് കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മളെ ഈ ഒരു മസ്കി ലൈനേജ് വരുന്ന പ്രാവാണിത്. പഴയ വർഗത്തിൽ പെട്ടൊരു ഇതാണല്ലേ ഈ കുത്ത് വരുന്നത്. പിന്നെ ഇത് വരുന്നത് ഒരു മഞ്ഞക്കണ്ണില്. ഇതിപ്പോ ആ ഇരിക്കാത്ത പ്രാവിന്റെ തുണപ്രാവാണത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതിന്റെ തുണപ്രാവാണ്. പക്ഷെ ഈ പ്രാവ് നമ്മളെ ലോഫ്റ്റിലല്ല പറഞ്ഞത്. ഇത് എന്റെ സുഹൃത്തിന്റെ ലോഫ്റ്റിലാ പറഞ്ഞത്. നമ്മൾ അവർക്ക് കൊടുത്ത പറപ്പിക്കാൻ വേണ്ടി അവിടെ 13-23 പറഞ്ഞ പ്രാവാണ്. കഴിഞ്ഞ സൂപ്പർ സ്റ്റുഡിയോ കപ്പക്കൽ നമ്മളെ കണ്ണാടിക്കോയന്റെ അതില് പറഞ്ഞ പ്രാവാണ്. ആ മസ്കി വർഗത്തിൽ തന്നെ അതിന്റെ തുണപ്രാവ് നമ്മളെ മെയിൻ ആയിട്ട് ലൈനേജില്ലേ. ഇതിന്റെ അച്ഛനും അമ്മയൊക്കെ ഇതിന്റെ അച്ഛന്മാരുണ്ട്. അമ്മയത്ത്. ഓക്കെ, നമുക്ക് അടുത്ത വർഗത്തിനെ ഒന്ന് പരിചയപ്പെടുത്തിയല്ലോ. ഈ 2 മസ്കി അതിലുള്ളതാണ്. പക്ഷെ ഈ പ്രാവ് ഇന്നേ വരെ നമുക്ക് ഇരുന്ന് തരുന്നില്ല. മത്സരം വിട്ടിട്ടില്ല, ഇരിക്കൂലത്. അങ്ങനെ ഈ ടൂർണമെന്റ് വിട്ടിട്ട് അല്ല, ട്രെയിനിങ്ങിൽ തന്നെ നമ്മള് 7 മണി വരെ വിട്ടു നോക്കിയിട്ടും ഈ പ്രാവ് ഇരിക്കൂല. ഈ പ്രാവ് തോന്നുന്ന ടൈം മാത്രമേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് ഈ പ്രാവിന് ഇന്നേ വരെ മത്സരം വിടാനുള്ള ഗ്യാപ്പ് കിട്ടില്ല. ഇതിലിപ്പോ കുഞ്ഞന്മാരെടുത്തു നിങ്ങള്? കുഞ്ഞന്മാര് കഴിഞ്ഞാലും എടുത്തിട്ട് കുഞ്ഞന്മാരും അതേമാതിരി തന്നെ ആ ലോക പറക്കൽ തന്നെ. അപ്പൊ നല്ല ഒരു പിന്നെ ഇരുത്തുള്ള പ്രാവിന് അതിനാണ് ഇപ്പൊ ഇതിലുള്ള ഒരു വേറെ തന്നെ ഒരു പ്രാവുണ്ട്. ഇത് 2 കളർ വിരിയും. കറുപ്പും വിരിയും, ലൈറ്റ് മസ്കിയും വിരിയും. ലൈറ്റ് മസ്കി ഇരിക്കും, കരിമുട്ടി മസ്കിയും വിരിയും, പക്ഷെ ആ ലൈറ്റ് ആയിട്ടുള്ളതാണ് ഇത് ഇരുത്തുണ്ടാവുക. ഇത് ഇങ്ങനെ പറക്കും. കാടാച്ചി ടൈപ്പ് വരുന്നത് ഇരിക്കൂല. അത് കുറച്ച് പവർ ജാസ്തിയാണ്. അപ്പൊ ഇതിലിപ്പോ കുടുംബി മസ്കികൾ അവിടെ വിരിഞ്ഞെടുക്കുന്നുണ്ട്. ഫുള്ള് കുടുംബി ഇതിലെന്നെ ഇതിന്റെ ഒരു മുത്തശ്ശി ഉണ്ട്, കുടുംബിയാണ്. എത്ര ജനറേഷൻ മുമ്പാണ്? അതൊരു 6 കൊല്ലം ഉണ്ടാവും. ആ വർഷത്തിലുള്ള പ്രാവാണ്. 6 തലമുറ കഴിഞ്ഞിട്ടാണ് അതേ കുടുംബിയില് വന്ന് ജീന് വരുന്നല്ലേ. ഇതാട്ടോ പ്രാവിന്റെ കണ്ണ് വരുന്നേ.
പിന്നെ അതേമാതിരി ഇതിപ്പോ ഇരുത്തുള്ള ഒരു പ്രാവിനെ ഇട്ട് കൊടുത്തത് ഇട്ടത് ഇത് ലൈറ്റ് മഞ്ഞക്കണ്ണ് തന്നെയാണ്, പക്ഷെ ഭയങ്കര സ്ട്രോങ് അല്ലേ പ്രാവ്. അപ്പൊ ഇനി ഇതില് കുഞ്ഞനെടുത്തിട്ട് കുഞ്ഞനെടുത്തിനൊപ്പം അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഓട്ടി വെക്കിട്ടില്ല. ഇല്ല, ഓട്ടാന് പേടിച്ചിട്ട് ഇതേ കളറാ വിരിങ്ങി പേടി. അങ്ങനെ കാല് കെട്ടി വെച്ചിട്ടും അല്ലെങ്കിൽ പിന്നിട്ട് വെച്ചൊക്കെ നോക്കി നിങ്ങള്? ഇല്ല, നമ്മള് കഴിഞ്ഞല്ല നമ്മള് ഇതിനിട്ട് ഈ സെയിം പ്രാവല്ലേ നമ്മളെ വെള്ളയുള്ള ഒരു പ്രാവേന്. വെള്ളമുള്ള പ്രാവും കുറച്ചേരം ഇടങ്ങാറാ, ഏത് ഷെഡിന്റെ മുകളിലൊക്കെ ഒന്ന് ഇറങ്ങിത്തരാൻ. അപ്പൊ ആ വെള്ളയിലേക്ക് കഴിഞ്ഞാൽ തീരെ ഇരിക്കണില്ല. ഇതേമാതിരി ഞാൻ ചോദിക്കണേ, ഇതിന്റെ ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ എവിടെ പോയി ഇരിക്കുന്നുണ്ട് സാധനം? അല്ല, നമ്മളെ ഷെഡിൽ തന്നെ ഇരിക്കും. അത് എത്ര വിടുമ്പോഴത്തേനാ ഈ ടൈമിക്ക് പറവയിലോട്ട് ആകുന്ന ഈ പ്രാവ്? അതങ്ങനെ ഇന്നിപ്പോ നമ്മള് ചിറ്റിച്ചെറുക്കുമല്ലോ, ഇനി നാളെ തന്നെ വിട്ടാൽ ആ പറക്കൽ തന്നെ ഇങ്ങനെ പറക്കും. അതിനിങ്ങനെ ഇളക്കി കിട്ടി കഴിഞ്ഞാല് പക്ഷെ ഈ കറുപ്പ് മസ്കി ഇതേ സെയിം മസ്കി ഇപ്പൊ സൂപ്പർ സ്റ്റുഡിയോ കപ്പക്കലിന്റെ അവിടെ ഓരോടത്ത് കൂളായിട്ട് ഇറങ്ങി പറന്നും ചെയ്ത് ഇതേ ജോഡിയിൽ തന്നെ. അപ്പൊ ഇതിന്റെ കാറ്റിന്റെ പ്രശ്നമാണ് എന്താ അറിയില്ല, അവൻ കടപ്പറാണ്. അതും ചമ്മക്ക് ഭാഗ്യമില്ല. ചമ്മക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു പ്രാവാണിത്. പ്രാവ് കൺഫേം ആണ്, എന്താ ഇറങ്ങിയപ്പോ വെള്ളത്തിന്റെ മുകളിൽ വെച്ചാ മതി. അപ്പൊ ഇത് കുഞ്ഞംപ്രായത്തിൽ തന്നെ പറന്ന് കയറുന്ന പ്രാവാണോ? ഇത് അങ്ങനൊന്നുമില്ല. ഇതിപ്പോ നമ്മള് കുഞ്ഞൻ കാലത്ത് കൊണ്ടുപോയിടാ, 2 ദിവസം പിന്നടിക്കുക, 3ന്റെ അന്ന് പുറത്താക്കുക. പോവില്ല. പിന്നെ ആ കളത്തിൽ തന്നെ സാധനം വരും. അത് അവിടെ തന്നെ വരും. എങ്ങനെ ഈ ചാവണം അത് പോണെങ്കിൽ. അത് വേറെ എവിടെ പോയി ഇറങ്ങുന്നൊന്നല്ല, അങ്ങനെ പറക്കന്നെ നിക്കാതെ നല്ല പറക്കും. ഇനി രാത്രി ഇനിയിപ്പോ ഇവിടെ പോയി ഇരിക്കാൻ നമുക്കറിയില്ല. പിന്നെ നമ്മളെ ട്രോഫി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് അല്ലേ? അതെ. Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. വെള്ളയുള്ള പ്രാവാണ് ഇയാണ്. ഇത് കരിങ്കണ്ണായപ്പോ മുറിച്ചിട്ടാണ്. മറ്റേത് അതിന് ജോഡിയിട്ടത് ഇത് പന്തൽ പ്രദേശ് കുണ്ടിങ്ങലിന്റെ പ്രാവാണ്. നിങ്ങളായിട്ട് ടൈപ്പുള്ളൊരു കൂടാണ്. ബന്ധര ആളാണ് രണ്ടാളും, അജീഷും ആസിക്കി എന്ന് പറഞ്ഞ ആള്. നമ്മളെ പ്രാവ് കളവുപോയി നമുക്ക് തന്നതാ. നമ്മളോട് പറഞ്ഞ് ഒന്നങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അതുപോലെ പ്രായമുള്ള ആൾക്കാരാ. അത് പിന്നെ കണ്ണാടിക്കോയന്റെ അവിടെ ഒലയിൽ എല്ലാ കൊണ്ടും പ്രൈസുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂട്ടില് പ്രാവ് വെക്കാൻ വേണ്ടി തന്നെ ഒരു ഇങ്ങോട്ട് എടുത്തോളിയാണ് തന്നെ. കുറെ പ്രാവ് തന്നിട്ടുണ്ടോ, നല്ല പറക്കല്ല. നമ്മള് കുഞ്ഞെടുത്തിട്ടും നല്ല പറക്കലാണ് പ്രാവ്. ഓല പ്രാവ് നിങ്ങളെ പ്രാവ് തന്നെയാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത്. ഓല പ്രാവ് ഇവിടെ ഉണ്ട്, നല്ല പറക്കലാണ്. നമുക്ക് പറയാക്കാൻ പറ്റില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. എല്ലാ ആളുകൾക്ക് മടിയാണ്, ചില ആളുകൾക്കൊക്കെ. പിന്നെ ഒരു നല്ലൊരു മാർഗം തന്നിട്ട് പ്രാവില്ലായിട്ടും തന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മളെ പ്രാവ് ഇപ്പൊ വേറെ സ്ഥലത്തും പറഞ്ഞിട്ട് അതേമാതിരി വേറെ സ്ഥലത്ത് നമുക്ക് തന്ന ആത്മാർത്ഥത്തോടെ തന്ന ആൾക്കാരെ പ്രാവ് ഇവിടെയും പറഞ്ഞു പറയുന്നതിൽ ഒരു മടി വിചാരിക്കും. കുറെ ആളുകൾ പറയാൻ മടിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അതാട്ടെ ഈ പ്രാവ് കരിങ്കണ്ണില് വരുന്നത്. ഇത് മെയിലല്ലേ കരിങ്കണ്ണ്? ഇതിന് ഉള്ളില് ചോരക്കണ്ണാണ് പ്രാവ് വരുന്നത്. കരിങ്കണ്ണില് ഇത് വരുന്നത് മഞ്ഞക്കണ്ണല്ലേ, പുള്ളിപ്രാവ്. ഇത് ധാരയില് തലപ്പുള്ളി എന്നൊക്കെ പറയുന്നത് അല്ലേ? നിങ്ങള് സെറ്റ് ഇടുന്ന നിങ്ങൾ തന്നെയാണ് സെറ്റ് ഇട്ടല്ലേ? കണ്ണും കാര്യമൊക്കെ നോക്കിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അല്ലെ? ഏകദേശം ഒക്കെ ക്ലിക്ക് ആവണുണ്ട്. നമുക്ക് ഇന്നേ വരെ അങ്ങനെ ആയിട്ടില്ല, പാളി പോയിട്ടില്ല. പറഞ്ഞിരിക്കണ പ്രാവ്. ഓക്കെ ഓക്കെ. പ്രാവിനെ നമുക്ക് അറിയുന്ന പ്രാവുകൾ ഇടുമ്പോ ഉള്ളൊരു സുഖാണ്. അതാണ്. അപ്പൊ ഇപ്പൊ കുഞ്ഞ വിരിയിക്കണം അവിടെ, ഒരു കരിങ്കണ്ണ പുള്ളി ഉണ്ട്. അങ്ങനെ ഒരു മടപ്പുള്ളി അല്ല, വച്ചരമില്ലാത്ത പുള്ളി കുഞ്ഞ വിരിയിക്കണം അവിടെ ഉണ്ട്. ഈ പ്രാവ് നമ്മളെ കൂടുതൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാവാണ്. ഇതാണ് മസ്കിയിലും ഒരു സബ്ജക്ട് പുള്ളിയിലും ഐറ്റം പ്രാവാണിത്. ഇത് വരുന്നതിന്റെ ജോഡിയില്ലേ? ഇത് അതിന് വരുന്ന ജോഡിയാണ് പാണ്ഡം പ്രാവ്. ഇതിന്റെ പറവാന്ന് പറയുമ്പോ ഇത് നമുക്ക് 13ന്റെ മുകളിൽ പറഞ്ഞ പ്രാവാണ്. നമുക്ക് ആകെ കഴിഞ്ഞ ഒറ്റ പ്രൈസാ കഴിഞ്ഞു തന്നു, ഒരു 9.27. അത് എന്താ ഒരു ഓവറും പറഞ്ഞു. നമ്മളൊരു മിസ്റ്റേക്ക് അല്ല, നമ്മക്ക് മിസ്റ്റേക്കാണ് ഈ പ്രാവിന്റെ. നമ്മൾ എന്താക്കും ഇതിനെ നോക്കിക്കൂല. സത്യമായി പ്രായം വിട്ടാ കാണൂല. ഇത് പ്രത്യേക പറക്കലായി പ്രാവ്, പ്രത്യേക തൂക്കമുണ്ട്. ആ തൂക്കത്തിൽ മാത്രം ഇപ്പൊ വെയിലാണെങ്കിൽ പ്രായം പറഞ്ഞാൽ കാണൂല. മുകളില്
അപ്പൊ നമ്മള് എന്താക്കും മത്സരത്തിന് വിട്ട് കഴിഞ്ഞാല് എമ്പേര് ടൈം വെക്കും പ്രാവിനെ കാണൂല. പക്ഷെ നമ്മളെ ഫ്രണ്ട് ഇവിടെ പോയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് അനീസ്, ഇവിടുന്ന് നോക്കുമ്പോ കാണും. പ്രാവിനൊരു തൂക്കുണ്ട് ഇങ്ങനെ കടപ്പുറത്തല്ലേ ഈ പ്രാവ്. അപ്പൊ ആ പ്രാവിനെ കാണൂല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രാവിനെ ഏറ്റു. കാരണം പ്രാവ് പറക്കുണ്ട്, എവിടെയും പോയി ഇരിക്കുന്നില്ല. പിന്നാണ് നമ്മൾ എന്താക്കി ഇതിനെ മത്സരം വിടുമ്പോ നമ്മള് അങ്ങോട്ട് കേറി നിന്നിട്ട് കടപ്പുറത്ത് കുറച്ച് കേറി നിന്നിട്ട് നോക്കാൻ തുടങ്ങി. അപ്പൊ ആ പ്രാവിനെ കറക്റ്റ് ആ ലൈനിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അതിനുശേഷമാണ് നമുക്ക് 13 പറന്നാ. അതിന്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ ഏത് നമ്മള് സ്നേഹിതം പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ പറക്കുന്നുണ്ട്. ഇത് എംപയറിനോട് ഇപ്പൊ പറഞ്ഞു കടപ്പുറം ഭാഗത്തേക്ക് വരൂല പ്രാവ്. ഇല്ല, ഓപ്പോസിറ്റ് ഇങ്ങോട്ട് തൂക്കാണ് ഈ ലൈനിൽ ഇങ്ങനെ പറക്കും. നല്ല വെയിലത്ത് മുകളിലാണ് നമ്മൾ കാണൂല. പക്ഷെ ഈ പ്രാവിന് ഒരു മടി ഉണ്ടാവില്ല. ഈ മഴ ആണെങ്കിൽ വെയിലാണെങ്കിലും ഏതും താണ്ടും ഏത് താണ്ടും. ഇതിന് ചെറുക പറഞ്ഞാൽ അങ്ങനത്തെ കപ്പാസിറ്റി കുറവുള്ള ചെറുകയാണ്. പറക്കല് കുറച്ച് ഓവറാണ് ഈ പ്രാവ്. കഴിഞ്ഞ ഒരു ഓവറും ചെറുകൊന്ന് നിർത്തി കൊടുക്കും. ചെറുക് വരുന്നല്ലേ മീഡിയം സൈസ് പ്രാവാണല്ലേ, ഓവർ സൈസ് ഇല്ല. ഇതിന്റെ ഒരു പെമ്പ്രാവിന്റെ കൊലത്ത് വിരിഞ്ഞ പ്രാവാ. മസ്കിയിലുള്ള പ്രാവാണ്. നമ്മളെ അബ്ദപ്പുള്ളിയില് ആയിട്ടുള്ള പ്രാവ്. 2 മാടി ക്രോസ് ആക്കി ചേർത്തിയാണ്. കാട്ടിത്തന്ന അബ്ദപ്പുള്ളിന്റെ അച്ഛൻ പ്രാവാണിത്. നമ്മള് കാണിച്ചല്ലേ കാട്ടിത്തന്ന. അതില് ജോഡി ചേർത്തത് ഇതിപ്പോ ഒരു മേടപ്പുള്ളിപ്രാവിനെ ജോഡി ചേർത്താണ്. ഇതിപ്പോ പുതിയ കൊണ്ടുവന്ന ഞങ്ങള്. ഇതിപ്പോ ഞാൻ പറഞ്ഞ പന്തൽപ്രദേശ് അതുപോലെ നമുക്ക് തന്ന പ്രാവ്. ഈ പ്രാവ് ഇരിക്കില്ല ഓലോടെ. പക്ഷെ നമുക്ക് ഒരു പുതിയപ്പോ എടുത്ത് കൊണ്ടുവന്നു. ഈ മേടപ്പുള്ളിയിലൊരു ഒരു വർഗം ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ ഏകദേശം എല്ലാവർക്കും. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നാണ്. ഈ പ്രാവ് കുറച്ച് പേർക്ക് പറഞ്ഞ പ്രാവാ. ടൂർണമെന്റ് തന്നെ നമ്മുടെ അടുത്തല്ല, വേറെ അടുത്ത്. ഇത് ഒരാൾ 5000 രൂപയ്ക്ക് വാങ്ങിയ പ്രാവാ. ഈ ഒറ്റ ഒരു പ്രാവിന്. ആ പ്രാവിനെ എനിക്ക് തന്നതാ ആള്. ഈ പന്തൽപ്രദേശിന്റെ അല്ല, ഇത് വേറെ ആള്. അസറു പറഞ്ഞിട്ട്. ഇല്ല. ആള് ഈ ഒറ്റ പ്രാവിന് ഓൻ പറപ്പിച്ച പ്രാവാ. അത് വേറെ ആളെ പ്രാവിന്. അപ്പൊ ആ ആളെന്ന് ഇത് ഒരു കൊണ്ടുപോയി ആളെന്ന് 5000 രൂപയ്ക്ക് വാങ്ങിയ പ്രാവ്. തിരിച്ചു വാങ്ങിയത്? തിരിച്ച് 5000 രൂപയ്ക്ക് വാങ്ങിയത്. എന്നിട്ടാ നിങ്ങളെ കയ്യിലെത്തിയ? എന്നിട്ട് ആ പ്രാവിനെ ഓൻ എനിക്ക് തന്നതാ. ഈ പ്രാവിന്. അപ്പൊ നല്ല ലൈനേജ് ഈ പ്രാവ്. ഇതേമാതിരി അതേ ഈന്റെ സ്വഭാവമാണ് ആ സബ്ജപ്പുള്ളി പെണ്ണിന്. ഈ പ്രാവ് പറക്കും. അപ്പൊ ഇതായിട്ട് ഇതിന്റെ കണ്ണ് വരുന്നേ ലൈറ്റ് കണ്ണാണല്ലേ പ്രാവ്. പിന്നെ ഇതിന്റെ വരുന്നത് ഇതിന്റെ പിന്നെ പറയാല്ല. മേടപ്പുള്ളി ഈ മേടപ്പുള്ളി 13.5 പറ. അതൊന്നും ഒക്കെ വെറുതെ അല്ലേ? ഇത് ഈ പ്രാവ് ഇരിക്കൂല. ഈ പ്രാവ് അങ്ങനെ കണ്ടീഷൻ പറക്കണ പ്രാവ് അവിടെ. ഇവർക്ക് ഈ പ്രാവ് ലൈറ്റ് ഇട്ടാൽ മാത്രമേ ഈ പ്രാവ് വരുള്ളൂ. അതുപോലെ ചൂടായിട്ട് എനിക്ക് എടുത്തന്നു. അങ്ങനെ പ്രാവ് ഇറങ്ങി കിട്ടായിട്ട്. രണ്ടും നമ്മള് പറഞ്ഞ പ്രാവല്ല. ഇത് ഞാൻ ആന്ധ്രയിൽ നിന്ന് വരുത്തിച്ച പ്രാവാണ്. ഈ പ്രാവ് ഇത് അത്യാവശ്യം വില ആയിനോ പ്രാവിന്? വില അയക്കണേ. വില പറഞ്ഞാല് വല്ല കുത്തു. വേറെ ഇത് പിന്നെ എന്താണ് ഇതിന്റെ റിസൾട്ട് പറഞ്ഞത്? പക്ക പറക്കല. കുറച്ച് മെമ്മറി ആസ്തി പ്രാവാ. എന്നിട്ട് കുഞ്ഞെടുത്തിട്ട് ഇന്ത്യയിൽ നിന്ന് മിസ്സായിട്ട് വേറെ സ്ഥലത്ത് കിട്ടിയിട്ട് ആ സ്ഥലത്ത് തന്നെ പിന്നെയും പോയി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു 3-4 മാസം ചെറു കെട്ടിയിട്ടാണ് പിന്നെ അവിടെ പോയി ആ പ്രായിട്ട് അവിടെ തന്നെ പോയി ഇറങ്ങി. ഈ പ്രാവ് പറഞ്ഞാല് ഓനക്ക് ഗിഫ്റ്റ് കൊടുത്ത ഒരാള് ഈ ഒരു പ്രാവിനെ. ഇതിന്റെ കൃഷ്ണമണിക്ക് എന്തൊരു പ്രത്യേകത അത്രയും നല്ലൊരു പ്രാവാണ്. അടിയിലാണ് കിടക്കുന്നത്. നല്ലൊരു പാമ്പൂച്ചി പ്രാവാണ്. കണ്ണ് ജസ്റ്റ് ഒന്ന് പൊട്ടി വലിച്ചമായില്ലേ കൃഷ്ണമണി? ഇപ്പുറത്ത് ഇത് കണ്ടില്ല കണ്ണ് വരുന്നേ. ഇങ്ങോട്ട് ഈ പ്രാവ് പിന്നെ എങ്ങനെ ജോഡി ഇട്ടിട്ട് ഇപ്പൊ ഇല്ല, കുഞ്ഞ് വിരിഞ്ഞി എടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ കാഴ്ചയിലൊക്കെ ഒട്ടുമിക്കതും പുതിയ സെറ്റാണ്. അതിൽ 3-4 സെറ്റോളം നമ്മളെ പഴയ സെറ്റ്. നമ്മളത് പറക്കും നമുക്ക് അത്രയും ഉറപ്പുള്ള ഒക്കെ പറഞ്ഞ പ്രാക്കളാണ്. പക്ഷെ നമുക്ക് നമ്മള് ഒരു വിശ്വാസം ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ സീസണിലേ നിങ്ങൾ പറത്തിയ പ്രാവളൊക്കെ ഉണ്ടല്ലോ, അവിടെ അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ പ്രാവ്? 2 പ്രാവ് ഇവിടെ ഉണ്ട്. ഒരു പ്രാവ് നമ്മളെ 13-19 പറഞ്ഞൊരു മസ്കി പ്രാവ് ഉണ്ട്. നമ്മളെ സ്നേഹിതനക്ക് മുങ്ങിയെടുക്കാൻ കൊടുത്ത്. പിന്നെ ഒരു പ്രാവ് അവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ നിലവില് പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്ന അല്ല, ഓല് അങ്ങോട്ട് കൊണ്ടുപോയത് ഒരു പ്രാവ് വേണമെന്ന് ചോദിച്ചപ്പോ നമ്മൾ കൊടുക്കുമ്പോ നല്ല കൊടുക്കണം. അപ്പൊ നമ്മളത് ഒരു 13 മസ്കിയിലുള്ള പ്രാവ്. അതിന്റെ ഒപ്പം പറഞ്ഞ പ്രാവ് സെയിം പ്രാവ്, വ്യത്യാസമില്ലാത്ത നമ്മളവർക്ക് കൊടുത്താണ്.
കൊടുക്കുമ്പോ നല്ല കൊടുക്കണ്ടേ. നമ്മളിപ്പോ അവിടെ പറത്തിയിട്ട് പിന്നെ അത്യാവശ്യം ഒരു എത്ര ഏജിലാണ് അങ്ങോട്ട് പിന്നെ ഞങ്ങള് എടുത്തു വെക്കുന്നത്, അല്ലെങ്കിൽ അവിടെ തന്നെ 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഭർത്താവ് ഉപയോഗിക്കുക അല്ലെങ്കിൽ സെയിൽ ചെയ്യുക ചെയ്യുന്നത്? ഇല്ല, നമ്മള് സെയിലിംഗ് ഇല്ല. നമ്മള് വിലക്കങ്ങല്ലാതെ സെയില് തിരക്കും കൊടുക്കില്ല. എല്ലാ കൊല്ലവും പറപ്പിക്കാൻ പ്രാവ് കൊടുക്കും. അതിപ്പോ ചോദിക്കുന്നേ, ഇപ്പൊ ഈ ഒരു 10 പ്രാവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 പ്രാവ് അവിടെ പറന്ന് 2 കൊല്ലം 3 കൊല്ലം ഒക്കെ കഴിയുമ്പോ അപ്പൊ നിങ്ങൾ ജോഡിയിലോ കയറ്റലാണ്? പിന്നെ ഇവിടെ ചെന്ന് ജോഡി ചെയ്ത് അവിടെ ജോഡിയൊക്കെ, അപ്പൊ പിന്നെ അവിടുന്ന് ഇങ്ങനെ കളവ് പോയണ്ടേ, അവിടെ കുറച്ച് സേഫ്റ്റി ആയതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും. വീട്ടിൽ ആക്കിയത് ഇവിടെ ഒരു പാർട്ണറെ അത് എന്റെ വീടാണ്. പേര് ഓക്കെ. അവിടെ നല്ല വൃത്തിയിൽ നോക്കും ചെയ്യില്ല. കൊറേ നമ്മളെ സബ്ജപ്പുള്ളി വെള്ളയിലൊക്കെ വരുന്ന കൊറേ പ്രാക്കള് കളവുക 2-3 പ്രാവശ്യം കളവ് വയ്ക്കുന്നത്. ഇതിപ്പോ 2 മാസം മുന്നേ കളവ് മുന്നത്തെ ഇപ്പൊ കാണിച്ചു തരാൻ പോണ കുഞ്ഞന്മാരെ മുന്നത്തെ സെറ്റ് മുഴുവൻ കളവ്. നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനെ കൊണ്ടുപോയി 17 എണ്ണം കൊണ്ടുപോയി. 17 പ്രാവ് ഒരു സമയത്ത് കൊണ്ടുപോയി. നമ്മള് 17 ഒരു കൊല്ലം. വീഡിയോ അങ്ങനത്തെ ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാനുള്ളത്, ഒരുപാട് വർഷത്തെ പ്രയത്നത്തിന്റെ ഒരു ഭാഗമായിട്ട് കിട്ടുന്ന പ്രാവുകളാണ്. അപ്പൊ അത്തരം രീതിയിൽ ഒരിക്കലും പ്രാവിനെ എടുക്കാതെ വെക്കുക. നമ്മള് പിന്നെ അത്രയും റിസ്ക് എടുത്തിട്ട് ഈ ഒരു ക്രേസി ഈ പ്രാവിനെ വളർത്തുന്നവർക്കറിയാം ഇതിന്റെ ഒരു നല്ലൊരു ലൈനേജ് ഒപ്പിക്കാന്നുള്ളേ. അല്ല, ഇവിടുത്തെ നമ്മളറിയണ ഏതൊരാളാണെങ്കിലും ഏത് പ്രാവിനൊന്ന് ചോദിച്ചാലും നമ്മള് കൊടുക്കും. നമ്മളെന്താക്കിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ, പക്ഷെ പ്രാവ് പോയപ്പോ കുറെ ആൾക്കാര് നമുക്ക് തന്നത് ആ പന്തൽ ബ്രദേഴ്സ് ആണെങ്കിലും കുറെ ആൾക്കാരാണെങ്കിലും ആ പ്രാവിനെ തന്നേക്കാം. അതുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളെ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഉണ്ടാക്കിയ ലൈനേജ് ആണ്. പിന്നെ പെട്ടെന്ന് നമ്മളെ കയ്യിൽ ഒരു ഭാഗത്ത് പ്രാവില്ല എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് തകർന്നു പോയല്ലോ. ഇതിപ്പോ നമ്മളെ സബ്ജപ്പുള്ളി വെള്ളവർഗത്തിലൊക്കെ നമ്മളെ കാര്യപ്പെട്ട പ്രാക്കളൊക്കെ പോയിട്ടുണ്ട്. നമ്മളെ മെയിന് നമ്മളെ കൂട്ടിൽ ഒരു 9 ഓവർ പറഞ്ഞ വെള്ളം, ഒരു 19 പറഞ്ഞ പ്രാവിന്റെ അച്ഛൻ ആ പ്രാവിനെ കൊണ്ടേക്ക് ഉണ്ടല്ലേ. ഈ പ്രാവ് ഇവിടെ ഉള്ള പ്രാവാണ് പറപ്പിച്ചിട്ട് നമ്മളെ അച്ചിപ്രാവല്ല, ഒരാളോട് വേങ്ങിയ പ്രാക്കളാണ്. ഇത് വില കൊടുത്ത് വാങ്ങിയതാണോ അല്ലെങ്കിൽ? അല്ല, ഇത് വില കൊടുത്ത് വാങ്ങിയത്. ഇത് ഒരാൾ നമുക്ക് തന്ന പ്രാവ്. ഇത് ഏറ്റവാലം പ്രാവാണ്. ഏറ്റവാലം ഉദ്ദേശിച്ചത് ഡബിൾ വാല് കേറി അങ്ങനെ കേറി. പിന്നെ അതില് പിന്നെ ഇതിലിപ്പോ നമ്മള് കുഞ്ഞന്മാരെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് പറക്കൂന്ന് ഒരു ഓഫർ ഉണ്ട്. നമ്മളിതിലെ വർക്കലുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസം ഉണ്ട് ഇത് വർക്കുന്നു. പ്രാവ് കാഴ്ചക്കും നല്ല 2 ലൈന് പ്രാവാണ്. ഒരു കയറവർഗത്തിലൊക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് അവിടുത്തെ കൂടും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പം അല്ലമീൻ ലോഫ്റ്റ്, അല്ലമീൻ ചാമുണ്ടി വളപ്പ് ലോഫ്റ്റിന്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ. പറത്തുന്ന ലൊക്കേഷനാണ് കേട്ടത്. ഇത് നേരെ ഇവിടെ ഒരു ബീച്ച് സൈഡാണ്. അത്യാവശ്യം നല്ല കൂടുകൾ ഉണ്ട് ഇവിടെ. ഓരോ ഗ്യാപ്പിലും ഒരു 10 മീറ്റർ 20 മീറ്റർ വിട്ടിട്ട് കൂടുകൾ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പം തന്നെ ഒരു 10-12 കൂട് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ സൈഡ് വരുന്നത് ബീച്ച് സൈഡാണ്, നേരെ ബീച്ചാണ്. പിന്നെ കളം വരുന്നത് ഇതാണ് കേട്ടോ. എല്ലാ കൂട്ടും പോയിട്ട് സെഫീക്കിന്റെ വർഗമല്ലോ. ഷെഡ് നന്നാക്കിട്ടെ അടിച്ചിട്ട് റെഡിയാക്കാൻ ഇത് അടിയിൽ മണല് സെറ്റ് ആക്കിയാണല്ലേ മൊത്തത്തില്. ഇവിടെ കുറഞ്ഞ പ്രാവുകളേ ഉള്ളൂ അല്ലേ? ഇടത്തിലൊക്കെ ഇടണം. ഇതാണ് 13, 27, 26 ഒക്കെ പറഞ്ഞ പ്രാവ്. അതിന്റെ ആ വർഗത്തിലെ ആ പ്രാവിന്റെ കുട്ടിയാണിത്. അപ്പൊ ഇതിനെ നമ്മള് നിലവിൽ ഓട്ടി വെച്ചോ? ഇതിനെ ഓട്ടി ഇതേ പറഞ്ഞ ഇന്നലെ വിട്ടിട്ട് ഇന്നാണ് ഇന്നിപ്പോ കൈമ കിട്ടിയായിരുന്നു പ്രാവില്ലേ? രണ്ടും ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ. ഇതിപ്പോ എത്ര കല്ലായിണ്ടാവും? ഇത് ഒരു കല്ല് പൊടിഞ്ഞുണ്ടാവും. ചെറിയ കുട്ടികളാണല്ലേ? ചെറിയ കുറച്ച് നീട്ടണ്ടല്ലേ പ്രാവ്? നീട്ടുണ്ട് പ്രാവ്. ഓക്കെ, നമ്മൾ ഈ കൂട്ടിലൊന്ന് ഇട്ട് കാണിച്ചു കൊടുത്തല്ലോ, കമ്പി കൂട്ടില്. ഇതായിട്ടപ്പോ നമ്മള് ഇന്നലെ വിട്ടു ഇന്ന് കൈ കിട്ടിന്ന് പറഞ്ഞല്ലേ പ്രാവ്. അപ്പൊ ഇനി വന്ന പാടങ്ങൾ എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ ഒന്ന് വെച്ചു കൊടുത്തത്? ഇല്ല, വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വെള്ളം അടിച്ചു കൊടുത്തത് അല്ലെങ്കിൽ കുടിപ്പിച്ചോ? ഇല്ല, നമ്മള് ഊതി കൊടുക്കലാണ്. ഊതി കൊടുത്തല്ലേ? അപ്പൊ ഇനി ഇന്ന് വൈകുന്നേരം അല്ലേ ഫുഡ്? ഇന്നെങ്കിൽ വൈകുന്നേരം ഫുഡ്. ഇത് ഇങ്ങനെ തന്നെയാണോ ഈ വർഗം ഫസ്റ്റത്തെ പറവയില്? ഇത് ഇങ്ങനെ തന്നെയാണ്. ഇത് 3 ദിവസമൊക്കെ ഉണ്ട്. ഇന്ന് നമ്മള് നേരത്തെ കിട്ടി. എന്തായാലും ഞായറാഴ്ച ആണ്, നമ്മള് രാവിലെ മുതലേ ഇവിടെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മള് പണിക്കൊക്കെ പോകൂലേ. അപ്പൊ പിന്നെ അതിന്റെ ആ ടൈം വരുന്ന ടൈമിൽ നമ്മളും ഉണ്ടാവില്ല. ഇവിടെ വന്ന് കളത്ത് വന്ന് പറന്നപ്പോ വെട്ട് കാണിച്ചു. 13, 27,
13 പറഞ്ഞ കൈരമേനന്റെ കുട്ടിയാണ്. ഇതിപ്പോ അതിന് അവിടെയുള്ള ജോഡിയല്ല, അതിന്റെ ഒരാണ് ഇവിടെ ഉണ്ട്. അല്ല, ആ ആണ് 2 ജോഡി ഇട്ടാല് മുട വിരിയാൻ നേരത്ത് അല്ലാവും. അപ്പൊ ഈ മുട നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെച്ചാണ്. അങ്ങനെ കിട്ടിയ കുഞ്ഞിനത് മാറ്റി വെച്ച് വിരിക്കലേ നടക്കുള്ളൂ അല്ലേ? ഓക്കെ. ആ പ്രാവിന്റെ ആണെന്ന് എടുത്ത് കാണിച്ചു നമുക്ക്. ആ പ്രാവ് അത്രയും പറന്ന പ്രാവാണ്. ആ പ്രാവ് നമ്മളെ നബീലിന്റെ അടുത്ത് പോയില്ലേ, അവിടെ പറന്ന പ്രാവ് അത്. നബീല് നമ്മള് കഴിഞ്ഞ വീഡിയോയില് കാണിച്ചോ, അവിടെ പറന്ന പ്രാവാണ്. പുൽമേട്ടിലെ പ്രാവ് അവിടെ അത്രയും നല്ല പറന്ന പ്രാവ്. ഇതിന്റെ കുട്ടി പിന്നെ 13 ഇരട്ടി പറഞ്ഞ ആ പ്രാവിന്റെ കുട്ടിയാണിത്. ഇതിപ്പോ ഈ ഒരു തന്തന്റെ ഒരു വർഗത്തിക്കാരൻ പ്രാവ് വന്നില്ലേ, ആ ഷേപ്പ് തന്നെ പക്ക. ആ കളർക്ക് വരും ഈ പ്രാവ് വലുതായി കഴിഞ്ഞാല്. മറ്റേതും കൈരമൈനാണ്. പ്രാവ് കല്ലി പൊടിഞ്ഞിട്ടില്ല. ഇത് വിട്ടിട്ടില്ലേ പ്രാവിനെ? ഇതിപ്പോ ഇന്നലെ രാത്രി ഇരുന്ന് നല്ല പറക്കലാണ്. നിങ്ങള് വൈകുന്നേരം വിട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രാവിനെ? ഇപ്പൊ വൈകുന്നേരം വിട്ടിട്ടാണ് സ്വതവേ സ്റ്റാർട്ട് ചെയ്യല്. ഇപ്പോഴാണ് പകലങ്ങനെ നമ്മളെന്താക്കലില്ല, പറപ്പിക്കലില്ല. നമുക്ക് പണിയും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് പകലങ്ങനെ അല്ലെങ്കിൽ പണി ഇല്ലെങ്കിലും പറപ്പിക്കലില്ല. നമുക്ക് വൈകുന്നേരം ആകുമ്പോ എന്താ പറയാ, പ്രാവ് ഇരുന്ന് കിട്ടും. ഇത് പകല് വിട്ട പ്രാവ് ഇരിക്കൂല്ല, രാത്രിയൊക്കെ എങ്ങനെങ്കിലൊക്കെ വന്നിട്ട് കൈമ കിട്ടും. ഈ കൂട്ടിൽ വന്നിട്ട് കാണിച്ചു കൊടുത്താലോ? ഇതാണ് അതിന്റെ അച്ഛനും മോളാണിത്. കഴിഞ്ഞ എല്ലാ പ്രാവിനൊരു കുഞ്ഞൻ കിട്ടിയിട്ട് ഇരുന്നിട്ടേ ഇല്ല, പറക്കൽ തന്നെ. മത്സരം വിടാൻ നേരത്ത് രാത്രിയായി മിസ്സായി. സൗണ്ട് പോയിനോ പ്രാവിന്റെ? ആയി പോയിക്കിന. ആ കഫക്കെട്ട് വന്നതിന് ശേഷം പിന്നെ സൗണ്ട് പോയിക്കിന. 8-9 വയസ്സുണ്ട് കേട്ടോ പ്രാവിന്. കരുണ്ടോ? എന്താ സ്ഥിതി പ്രാവിന്? പ്രാവിന് കണ്ടീഷനാ പ്രാവ്. പക്ഷെ എന്താണ്, മുട്ടിട്ടാല് ആള് കുത്തി ഇതാക്കൂലേ മറ്റേ പെൺപ്രാവിനെ? അതില് ചെറിയ കുഞ്ഞമ്മനാകുമ്പോ ചത്തവും. അങ്ങനെ നടക്കോളൂ. നമുക്ക് അടുത്ത പ്രായം എടുത്താലോ? ഓക്കെ. 39 പ്രാവിന്റെ കുട്ടികളാണ്. ഇത് ഒന്ന് കണ്ണിപ്പനെ തെളിഞ്ഞില്ല, ഒന്ന് സെറ്റ് ആയില്ല ഇതിന്റെ. അല്ല, ഇത് ഒന്നാമത് ഈ ഒരു ഐറ്റം പ്രാവാണ്, പക്ഷെ ഒന്നിന്റെ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. വ്യത്യാസം പറയുമ്പോ മെയിലോ ഫീമെയിലോ? മെയില്. ഓക്കെ. ഇതില് വേറെതും ഇത് വേറെ ലൈനേജ് ഇല്ല. ഓക്കെ. ഇത് പെട്ടെന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. പ്രായം എങ്ങനെയാണ് രണ്ടിനും? പ്രായം ഇത് 2 കല്ലി എന്തോ അയക്കണേ. മറ്റേത് ഇത് കല്ലി പൊടിഞ്ഞില്ല. ഓക്കെ. നമുക്ക് അതിനൊന്ന് ജസ്റ്റ് കൂട്ടിൽ വന്നിട്ട് കൊടുക്കാം. ഇതൊക്കെ പിന്നെ ലെങ്ത് കുറച്ച് വരുന്ന പ്രാവളാണല്ലേ ഏകദേശം? അതെ. ഈ പ്രാവ് പറഞ്ഞാല് ഒരു കൊലിച്ചും കൊണ്ടുള്ള പ്രാവാ. ഓവർ തടി വെക്കൂല. വരൂല. അതിന്റെ അമ്മന്റെ അതേമാതിരിയുള്ള പ്രാവ. ഇതൊക്കെ നമ്മള് ലൈനേജില് പറഞ്ഞാല് വെള്ളവകുപ്പിലുള്ള പ്രാവാണ്. വെള്ളവകുപ്പില് അതില് കാല് നോക്കി മനസ്സിലാവും കറക്റ്റ്. വെള്ള നഖായിട്ട് വരുന്നല്ലേ. പിന്നെ കുറച്ച് നീട്ടുണ്ടല്ലോ. ഓക്കെ. ഈ പ്രാവ് ഇപ്പൊ കാട്ടി തന്ന പ്രാവിന്റെ തുണപ്രാവാണ്. ഇത് ഒറ്റ കുഞ്ഞൻ കിട്ടിയിട്ടോളൂ. നമ്മളൊരു പഴയ ലൈനേജ് പ്രാവിന്റെ കുട്ടിയാണ്. നമ്മളെ നമ്മളെ കൂടുമ്പോ ഫസ്റ്റ് പോയാല് ആകെ ഒരു പ്രാവോടെ അതിന് ബാക്കി നമുക്ക്. ആ ഒരു പ്രാവിന്റെ കുട്ടിയാണ്. ജസ്റ്റ് അതിനെ കണ്ണ് കാണിച്ചതേ. ഇതൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടല്ലേ, പെട്ടെന്ന് കണ്ണ് തെളിയില്ലേ ഈ പ്രാവിന്? അതിനനുസരിച്ചുള്ള മണ്ടി ഉണ്ടാവും പ്രാവിന്. മണ്ട ജാസ്തിയാണ് അല്ലേ? ഇത് കണ്ടില്ലേ, പ്രാവ് ചെറിയ പ്രാവളാണ്, പക്ഷെ പെട്ടെന്ന് കല്ല പൊടിഞ്ഞിട്ട് ഒരു വലിയ പ്രാവിന്റെ സൈസ് തന്നെ തോന്നിക്കുന്നുണ്ടല്ലേ പ്രാവൾ ഇങ്ങനെ കാണുമ്പോ തന്നെ. ഇത് കുറച്ച് ഈ പ്രാവ് കുഞ്ഞൻകാലത്ത് പറക്കൂല. വലിച്ചിട്ട് കഴിഞ്ഞാല് 3-4 ദിവസം കൊണ്ട് 13 ഇടാം. അല്ല, ഇത് ചെറുപ്പത്തിൽ തീരെ പറക്കൂല. ചെറുപ്പത്തിൽ പറഞ്ഞാൽ വെറുപ്പിക്കും. അവിടെ ഇവിടെ അടിച്ച് പറക്കും. നമ്മള് ലൈനിന് വടിയൊക്കുമ്പോ ഇടിച്ചു പോയി. ആ കളി തന്നെ പറക്കൂല. 5 ഇട്ട് പറക്കൂല. 5 പറക്കൂല. ആരും വിചാരിക്കും നമ്മക്കറിയാം ഇത് എങ്ങനെ പറക്കൂല. നമുക്കറിയാം. നിങ്ങൾക്ക് അറിയണോണ്ട് എല്ലാത്തിലും എടുത്ത് ഒഴിവാക്കൂ. നമ്മളാണ് ഈ പ്രായം ആർക്കും പറപ്പിക്കാൻ കൊടുക്കലില്ല. നമ്മള് കൊടുത്തിട്ട് കാര്യമില്ല. ഓല അതിനെ ഒഴിവാക്കും. ചില ആൾക്കാർക്ക് കുഞ്ഞൻകാലത്തെ പറക്കണം, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആൾക്കാരുണ്ട്. 10ാം കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് വലിച്ചിട്ട് കഴിഞ്ഞാൽ 3-4 ദിവസം 13 മത്സരം വിടും. അത്രയും പറക്കല പ്രാവ്. എന്താ പ്രാവ് ഒരു ഹൈറ്റിൽ നിന്നിട്ട് മഴയാണ് വെയിലാണെങ്കിൽ ആ ഹൈറ്റിൽ നിന്നിട്ട് ഇറങ്ങൂല. അങ്ങനത്തെ പറക്കല കൺഫേം ആയിട്ട് 13 വിടാൻ പറ്റും. ഇപ്പൊ വലിച്ചൊപ്പിച്ചെന്ന് പറയുമ്പേ ഇപ്പൊ നമ്മളൊക്കെ ചെറിയ കുഞ്ഞന്മാരെ ചിറക് വെട്ടിട്ട് വലിക്കും. അപ്പൊ
ആ വലിക്കല് മതിയോ അല്ലെങ്കിൽ 10ാം കല്ല് ഫുള്ളായാലും മതിയോ? ഇത് ആ വലിക്കല് ഒരു വയസ്സ് ഫുള്ളാണെന്നില്ല. ഇല്ല, ആ വലിക്കല് പറഞ്ഞാൽ തന്നെ പ്രാവിന് ഒരു എനർജി എനർജി വരാണ്ട് ഈ പ്രാവിന് നമുക്കറിയാം. അങ്ങനെയാണ് എല്ലാ പ്രാവും നമ്മളിലും ഇത് പറക്കല്. ഇത് ചിലത് പ്രാവ് കിട്ടോ, ഇത് ഈ കളി കളിക്കുന്ന ചില പ്രാവ്. ഇതിപ്പോ വന്നത് വാൽക്കറുപ്പില്ലേ? പ്രാവ് നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്രാവ് തന്നെ ചെറിയ വാലിന്റെ കര മാത്രം കറുപ്പ് വരുന്നത്. ചെറുകിനുണ്ട് ഇതിപ്പോ അതിനോട് നിങ്ങൾ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ പ്രാവിനെ? മുറിച്ചിട്ടില്ല. ഈ പ്രാവിനെ നമുക്കറിയാം, ഈ പ്രാവ് അങ്ങനെ ഇതാവുള്ളൂ. അത് പറക്കുന്നുണ്ട്. അപ്പൊ ഒരു ജോഡിയിൽ തന്നെ 2 ടൈപ്പ് പ്രാവ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ്ടപ്പോ നമ്മള് കണ്ട പ്രാവുകള് ഒക്കെ നല്ല വെള്ളയിലാണല്ലേ കൂടുതലും പ്രാവ് വരുന്നത്? കൂടുതലും വെള്ളയില് മഞ്ഞക്കണ്ണ്. മഞ്ഞക്കണ്ണ് മെയിനായിട്ട് വരുന്നത് വെള്ളയില് മഞ്ഞക്കണ്ണാണ്. പിന്നെ നല്ല കണ്ണും കാര്യങ്ങളൊക്കെ നല്ല തെളിഞ്ഞു വരുന്ന പ്രാവുകളാണ് കേട്ടോ. പെട്ടെന്ന് തെളിയുന്നുണ്ട് പ്രാവ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ട കുറച്ച് കൂടുന്ന മെമ്മറിയൊക്കെ ഉള്ള പ്രാവുകളാണ്. ഇതാ വെള്ളയുള്ള പ്രാവാണ്. നമ്മള് കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു പ്രാവ് വിരിയാറില്ല, ആ പ്രാവിന്റെ കുട്ടിയാണ്. അത് ഇവിടെ ഉണ്ട്. ആ പ്രാവ് നമ്മളൊരു ജസ്റ്റ് ഒരു അതില് വന്നല്ലേ തലമുറക്ക് ശേഷം 1ാം തലമുറ 2ാം തലമുറക്ക് ഈ കളർ വന്ന്. ഇത് ഈ ജോഡിയിൽ എത്ര കുട്ടികൾ എടുത്തപ്പോ ഇതിന്റെ തന്തി തള്ളേക്കോ? ഒറ്റ കുഞ്ഞാണ്. അത് നമ്മള് പറപ്പിക്കണം. അത് അത്ര വയസ്സില്ല, പ്രായം 1.5 വയസ്സോളൂ. അപ്പൊ ഒരു പ്രാവിനെ അവൻ കൊണ്ടപ്പോളെ അതിന് ജോയിട്ടതാ. അങ്ങനെ ഒരു കുഞ്ഞായിട്ട് ഇത് നല്ല പറക്കലാ. ഇത് വെട്ടിപ്പോ ഇതിപ്പോ പറപ്പിച്ച് വെട്ടി. ഇത് വൈകുന്നേരം വിട്ടിട്ട് ഇരുന്നിട്ടില്ല ഇതുവരെ. രാത്രി പകല കൈമ കിട്ടല്. അത്രയും നല്ല പറക്കല പ്രാവ്. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു കളർ ഈ കളർ. വേറെ തന്നെ കളർ അവിടെ പൊട്ടുകണ്ണിലാണ് പ്രാവ്. ഒരു ഭാഗം കരിങ്കണ്ണു. ഇതിനത് മെയിലൊന്നും എടുക്കല്ലേ നമുക്ക്? ജസ്റ്റ് ആ കൂട്ടിലിട്ടിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പ്രാവ്. 4 കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു പ്രാവ് വെള്ളയിൽ വിരിയണ പ്രാവാണ് ഈ പ്രാവ്. 2 പ്രാവ് ഇപ്പൊ ഓൾറെഡി ഉണ്ട്. ഒന്ന് അവിടെ ഒന്ന് ഇവിടെ ഉണ്ട്. ഇതിന്റെ കുട്ടിയാണ് ഈ പുറത്തപ്പ പ്രാവ് നമ്മളിപ്പോ കണ്ട പ്രാവ്. ഓക്കെ, അപ്പൊ ഇതിലും ഓക്കെ ആണ് നിങ്ങൾക്ക് പക്കായിട്ട്? ഇതിന് പക്കാണ്. ഇതിന് ജോഡിയിട്ട പ്രാവ് നമ്മളെ വീട്ടിലുള്ളതല്ലേ ഇവിടെ ഉള്ളത്? അല്ല, ഇതിന്റെ ഫ്രണ്ടിന് കൊടുത്ത്. ഫ്രണ്ട് ഇവിടെ ലോഫ്റ്റ് ഒന്ന് ഇതൊന്നും ഇല്ലേനു. അപ്പൊ നമ്മള് വേറെ ആളിന്ന് കൊണ്ടുവന്ന പ്രാവിന്. ഓക്കെ ഓക്കെ, നമുക്ക് ആ 2 കമ്പിക്കൂട്ടിൽ വന്നിട്ട് കൊടുക്കാം. എന്റെ മകന് ഇത് കഴിഞ്ഞല്ലോ പറഞ്ഞ പ്രാവാണ്. നമുക്ക് 926 പറഞ്ഞ പ്രാവാണ്. ഇതാ പ്രാവുകള് വരുന്നേ. ഇത് വന്നിട്ട് തന്ത അച്ഛന് ബാക്കില്. ഇത് കണ്ടിട്ട് മോള്. നമുക്ക് അടുത്ത പ്രാവിനെ പരിചയപ്പെടുത്താലോ? ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു 5-6 തലമുറ ശേഷം നമ്മള് വീഡിയോയുടെ ഉള്ളിൽ പറഞ്ഞു. ആ കുടുംബി ഇറങ്ങാത്ത മസ്കിലുള്ള കുട്ടികളാണ്. ഈ പ്രാവ് ഇറങ്ങി കിട്ടും നമുക്ക്. ഈ പ്രാവ് കുറച്ച് പ്രയാസമാണ്. ഇത് കുറച്ചൊരു തെളിച്ചുണ്ട്. ഇത് കുറച്ച് പ്രയാസമാണ് നമുക്ക് ഇറങ്ങി കിട്ടാന്. പക്ഷെ ഇതിനാണ് നമ്മളിപ്പോ ചെറുക അയച്ചത്. ഇതിന് അയച്ചിട്ടില്ല, പിന്നെ കുത്തിയിട്ടാണ്. ഇപ്പൊ ഞാൻ ചോദിക്കണേ, വലിച്ചൊപ്പിച്ചേ പിന്നെ നിങ്ങള് പിന്നുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വലിച്ചൊപ്പിച്ച പ്രാവളെ ഇവിടെ സ്വതവേ പിന്നെ കുത്തലില്ലേനോ? ഇല്ല. നമുക്കിപ്പോ ഷെഡ് ഇതിപ്പോ ഇങ്ങനെയാണ് നമ്മളെ ലോഫ്റ്റ്. നമ്മളത് ഇവിടെ ഇങ്ങനെ പ്രാവ് ഇറക്കല് ഇവിടേക്ക് ഈ ഭാഗത്തേക്ക്. ഈ ഭാഗത്തേക്ക്. പക്ഷെ നമ്മളിപ്പോ ഇങ്ങനെ ആക്കിയോണ്ട് നമ്മൾ പറഞ്ഞില്ല സബ്ജപ്പുള്ളി അവിടെയാണ് പറക്കുന്നത്. അപ്പൊ നമുക്ക് അവിടേക്ക് പറക്കുമ്പോ പ്രാവ് നമ്മൾ ഇവിടെ നോക്കിയാൽ കാണൂല, ഇവിടെ നിൽക്കാം. അപ്പൊ കഴിഞ്ഞ അതിന്റെ 9 ദിവസങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. അപ്പൊ പ്രാവിന് നമുക്ക് സുഖമായിരുന്നു. പ്രാവ് ഇങ്ങനെ തന്നെ പറക്കല്. പക്ഷെ നമ്മളിപ്പോ ഇങ്ങോട്ട് ലോഫ്റ്റ് ആക്കിയതിന്റെ ശേഷം പ്രാവ് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാവിനെ ഒരു ഐഡിയ കിട്ടണില്ല. കാണിച്ചു കൊടുക്കാനുള്ള രാത്രി നമുക്ക് മിസ്സാവണം പ്രാവ്. രാത്രി കുറെ പ്രാവ് മിസ്സായി പോണു. ഇതാകുമ്പോ നമുക്ക് പ്രാവ് രാത്രി ഇങ്ങോട്ട് വരുന്നേ ഈ കടപ്പുറം ഭാഗത്തേക്ക് വന്നിട്ട് എന്താ ഇതിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് പ്രാവ്. ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതിലാണ് നമ്മള് പഴയ ലൈനേജിക്ക് വീണ്ടും വന്നതാണ് ഈ കുടുംബിക്ക്. അപ്പൊ ഇതിലിങ്ങോട്ട് ഇളക്കിയിട്ടില്ല. ഇളക്കിയ പ്രാവ് ഇവിടെ ഉണ്ട് ഈ വർഗത്തില്. ഇതിപ്പോ ഈ ഒരു സ്ട്രോങ് ഉള്ള പ്രാവിനെ നമ്മള് ഫസ്റ്റ് ഇളക്കി നോക്കുന്നത്. ഇറങ്ങി കിട്ടിയാ കഴിച്ചില്ലായില്ലേ? ഇറങ്ങും. പക്ഷെ എന്താണ് നമുക്ക് കൊറേ ദിവസമൊക്കെ തെണ്ടി കഴിഞ്ഞ് ചില ഇവിടെ കിട്ടില്ലെങ്കിൽ നമ്മൾ സ്വീപ്പായി പോകും. കാരണം വേറെ എവിടെയെങ്കിലും എത്തി കിട്ടിയാ പിന്നെ അതുകൊണ്ടാണ് വല്ല കളിക്കണോ കൂട്ടില്ല. ജസ്റ്റ് നമ്മളിപ്പോ കണ്ട പ്രാവ് കുടുംബിയില് 2 സബ്ജകള്, മസ്കി പ്രാവ് എന്നൊക്കെ പറയാം.
ഇതാ സബ്ജപ്പുള്ളിന്റെയും മേടപ്പുള്ളിന്റെയും കുട്ടിയാണ്. നമ്മളവിടെ കണ്ടേ അവിടെ കണ്ട ഇറങ്ങാത്ത പന്തൽ പ്രദേശിന്റെ ആ പ്രാവിന്റെ കുട്ടികളാണ്. ഇതിപ്പോ എടുത്തിട്ട് എന്താ ഇളക്കി നോക്കിയോ പ്രാവിനെ? ഇത് ഇളക്കണല്ല, ഈ പ്രാവിന്റെ ഒരു സ്വഭാവം ഉണ്ട്. ഈ പ്രാവിനെ അന്ന ചെറുപ്പത്തിലെ വെള്ളത്തിന്റെ മുകളിൽ വെച്ചില്ലെങ്കില് ഇരുത്തം കിട്ടാൻ പണിയാ, പിന്നെ ഇരുത്തം കിട്ടൂല. അപ്പൊ ഇപ്പൊ കൊണ്ടുവരാൻ കുറച്ച് വൈകി സംഭവം. ഇനിയിപ്പോ പുറത്തിടണമെങ്കിൽ കുറച്ച് ദിവസം പിന്നെ അടിച്ചിടണം. എന്നാലും പ്രതീക്ഷ ഇല്ലാതെ കൈമ കിട്ടും. എന്താ ഇത് കുറച്ച് ചെറിയ പി കുട്ടിയാവുമ്പോ തന്നെ ഇവിടെ ഇങ്ങനെ റൗണ്ട് അടിച്ചിരിക്കണം, എന്നാലേ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രാവ് ആ പറക്കല് കടന്നിട്ട് ആർക്കും കിട്ടൂല. ഇത് കാടന്റെ ഒപ്പരോ എന്തെങ്കിലും പോയി പോവും. കാല് ചെറുക് കയറ് കെട്ടി നടക്കൂല. കയറ് എന്താ നോക്കണേ, ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരു കയറ് കെട്ടിട്ട് ഇതാ പ്രാവ് വരുന്നേ. ഇതിലിപ്പോ ഇത് രണ്ടും അങ്ങനെ തന്നെ വരുന്നേ, കുഞ്ഞന്മാര് രണ്ടും അങ്ങനെ തന്നെ വരുന്നേ. ഓക്കെ, രണ്ട് കളറാണ്. ഇതാണ് ഇത് നമ്മളെ ഒരു ഓർഡിനറി ലൈനേജ് പ്രാവിന്റെ കുട്ടിയാണ്. മസ്കിയല്ല, ഒരു തൽപ്പുള്ളി പ്രാവ് കാട്ടി തന്നിട്ടില്ല. ഇതട്ടോ, ഇത് നമ്മളെ വെള്ളയുള്ള ഒരു പ്രാവിന്റെ കുട്ടിയാണ്. ഇത് ദാരിയും ഒരു വെള്ളയും ജോഡിയില്ലേ, ഞാൻ വേറെ കരിങ്കണ്ണൻ കുഞ്ഞ് വിരിക്കുന്ന ആ കുഞ്ഞനാണിത്. ഇതൊരു വെറൈറ്റി കളർക്കാ പ്രാവ് വന്നത്. ഈ പ്രാവിനെ ഓട്ടിച്ചാ ഇല്ല, ഇതിന്റെ തുണക്കുഞ്ഞനെ ഇതിന്റെ മുന്നേ കിട്ടിയ കുഞ്ഞിനെ ഒട്ടിച്ചു. അടിപൊളി പറക്കല പ്രാവ്, നല്ല ഗ്രോത്ത് ഉണ്ട്. എല്ലാ പ്രാവും നല്ല ഇതുണ്ട്. ഫിനിഷറിന്റെ തന്നെ അതന്നെയാണ് നല്ല ഫിനിഷിങ്, തൂവലും കാര്യങ്ങളൊക്കെ നോക്കട്ടെ നിങ്ങള്. ഏത് പ്രാവ് നമ്മൾ കാണിച്ച എല്ലാ പ്രാവിനും നോക്കുക, കറക്റ്റ് നല്ലൊരു ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് തൂവലും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ ഒരു ഫിനിഷർ മാത്രമായിട്ടാണ് നമ്മൾ ഫിനിഷറാ. പിന്നെ കുഞ്ഞിനെ മാറ്റി വെച്ചാൽ ബാജീറും കമ്പപ്പൊടിയും ഊതി കൊടുക്കും. ഈ തള്ളപ്രാവൾക്കല്ല, കുഞ്ഞന്മാർക്ക് ഇത് ഒരു ഏകദേശം ഒരു അടിച്ചളിക്കാനാ പ്രാവ് തന്നെ. വേറെ തന്നെ കള്ളിയിൽ കുഞ്ഞന്മാരുണ്ട്, അവിടെ ഉണ്ട്. അപ്പൊ മാറ്റി വെക്കും നമ്മള്. അപ്പൊ അവിടെ നമ്മള് ഊതൽ അങ്ങനെയാണ്. പിന്നെ നമ്മള് സ്വയം ഊതി കൊടുക്കുക. പിന്നെ പറവയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഊതൽ തന്നെ. അത് നമ്മൾ ഇവിടെ തന്നെ ഇപ്പൊ ഒരു 7 മണിക്ക് കയറി കഴിഞ്ഞാലോ ഒരു 9 മണിയാവും ഷെഡിൽ തന്നെ പോവാൻ. ടൈം എടുക്കും, 2 മണിക്കൂർ പണി ഊതി കൊടുക്കാൻ എന്തായാലും വേണ്ടേ. ഓക്കെ, ഇപ്പൊ നമ്മള് എത്ര പിന്നെ ചെറിയ കുഞ്ഞന്മാരായാലും ഒക്കെ വലിയ പ്രായമൊക്കെ ഊതി തന്നെ കൊടുക്കുക, കൊത്തിക്കൂല? ഇല്ല, നമ്മൾ അങ്ങനെ കൊത്തിക്കലില്ല. ഇല്ല, നമ്മൾ അതേ ഊതൽ തന്നെയാണ്. ജസ്റ്റ് തിന്നിട്ട് കൊടുക്കുക, തിന്നൂല. എന്നാലും നമ്മൾ ഊതൽ തന്നെ അല്ല പ്രായം. പെട്ടെന്ന് പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുങ്ങിയാലേ ഒരാൾ ഊതാണ്ടാവും. ഓൻ എന്തായാലും ഉണ്ടാവും. ഞാൻ ഇല്ലെങ്കിൽ ഓൻ എന്തായാലും. അങ്ങനെ ഒരാളൊക്കെ മാത്രം ആവുമ്പോ ഈ ഒരു ഊതല് വലിയ വിഷയമാണ്, അതാണ് ചോദിച്ചത്. ഓക്കെ, ഇത് വന്നിട്ട് ഇത് രണ്ടും മസ്കിയിലുള്ള പ്രാവാണ്. എന്താ മസ്കിയും വെള്ളക്കണ്ണൻ സബ്ജി, ഇത് രണ്ടും അതിന്റെ കുട്ടികളാണ്. ഇത് നമ്മളൊരു തൂമറും ഒരു മൈനയും ഉണ്ട് അവിടെ ജോലി, അതിൽ വിരിഞ്ഞ കുഞ്ഞനാണിത്. ഇതിലിപ്പം പിന്നിട്ടാണല്ലോ പ്രാവിനെ? പിന്നിട്ടാണ്. ഇതിനെ ഓട്ടി നമ്മൾ വെച്ചേക്കുന്നത്. ഓട്ടി വെച്ച്. ഇത് എത്ര മണിക്കൂർ ഓടി? ഇതൊക്കെ ചെറിയ കുട്ടികളാണ്. ഇത് ചെറിയ കുട്ടികളാണ്. ഇതൊന്നും അങ്ങനെ ഇതൊന്നും കല്ലി പൊടിക്കുണ്ടാവില്ല. ഇതിന് കല്ലി പൊടിയുണ്ടാവും ഇതിന്. അപ്പൊ കൂടുതൽ നമ്മൾ നിങ്ങളെ പ്രാവളൊക്കെ ഏകദേശം ഒക്കെ കാണിച്ചു. ഇതൊക്കെ നമുക്ക് കാണിക്കാന്. പിന്നെ നമ്മൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രാവിനെ പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നവരോണ്ടൊക്കെ ആയിട്ട് ആരായാലും പറപ്പിക്കാന് നിക്ക, പോറ്റണവര് കുടിക്കാനാരും നിക്കരുത്. പറയാന് എന്താ പറയുക, കഷ്ടപ്പാട് പറപ്പിച്ചവർക്ക് അറിയുള്ളൂ. അതെ, തീർച്ചയായിട്ടും നല്ലൊരു ലൈനേജ് ഒപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടി തന്നെ. എന്താ നമ്മളൊക്കെ നമ്മള് പണി രാവിലെ 6:00 ഞാൻ പണിക്ക് പോകും, ഇവരെ 9:00 പോകും. മത്സരം വരെ നമ്മളെന്താക്കല് ലീവാക്കല്, ആരെങ്കിലും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ട് റെഡിയാക്കലാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമ്മളെ അല്ലമീൽ ലോഫ്റ്റിന്റെ വിശേഷങ്ങള്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. തൽക്കാലം നമ്മള് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.